ഹായ് ഡിയർ ചിൽഡ്രൻ, ഇന്ന് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഫോർ വിച്ച് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഗിവൺ ആസ് പി പ്ലസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് പി പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ഹാസ് റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ്. അപ്പോൾ ഈ തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന് റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി കാണണം. കഴിഞ്ഞിട്ടില്ല. ഓൾസോ ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒബ്റ്റെയിൻഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് വീണ്ടും ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് പി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് നമുക്കൊരു വാല്യൂ, പിയുടെ ഒരു വാല്യൂ കൂടെ കിട്ടുമല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റനിൽ ക്ലൂ തന്നിട്ടുണ്ട്, ദിസ് ഇക്വേഷൻ ഹാസ് റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ്. അപ്പോൾ റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് വന്നാൽ നമുക്കറിയാം ഡിസ്ക്രിമിനൻ്റ് ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിസ്ക്രിമിനൻ്റ് ഈക്വൽ ടു 0 കാണുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് പി. ദെൻ ആ കിട്ടുന്ന പിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്നിട്ട് കിട്ടുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ആണ്. 5 മാർക്കിന് ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ ഇതാണ്. ഇവിടെ എ ഈക്വൽ ടു പി പ്ലസ് 4 അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി എഴുതുകയാണ്. ബി നെഗറ്റീവ് പി പ്ലസ് 1 ആണ്. സി ഈക്വൽ ടു 1. മനസ്സിലായല്ലോ. അപ്പോൾ റിയൽ ആൻഡ് ഈക്വൽ റൂട്ട് വരുമ്പോൾ വി നോ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. മൈനസ് പി പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഈ നെഗറ്റീവിൻ്റെയും കൂടെ സ്ക്വയർ എടുക്കണം കേട്ടോ. മൈനസ് 4 ഇൻറ്റു എ ഇസ് പി പ്ലസ് 4 ഇൻറ്റു സി 1 ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. നോക്കൂ, നെഗറ്റീവിൻ്റെ സ്ക്വയർ ഇസ് പോസിറ്റീവ്. ഇത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ പി സ്ക്വയർ പ്ലസ് 2p പ്ലസ് 1. ഇത് എക്സ്പാൻഡ് ചെയ്യുക. മൈനസ് 4p മൈനസ് ഇൻറ്റു പ്ലസ് അഗെയിൻ മൈനസ് 60 ഈക്വൽ ടു 0. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. പി സ്ക്വയർ 2p minus 4p is minus 2p minus 16 plus 1 is minus 15 equal to 0. So again we got a quadratic equation. Product negative 15 sum minus 2 വരുന്ന നമ്പേഴ്സ് 15ൻ്റെ ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യുക. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 5ഉം 3ഉം ആണ്. പക്ഷേ പ്രോഡക്റ്റ് നെഗറ്റീവും സം നെഗറ്റീവ് ആയതുകൊണ്ട് ബിഗർ നമ്പർ നെഗറ്റീവും അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് പി മൈനസ് 5 ഫാക്ടറൈസ് ചെയ്യുക ഇൻറ്റു പി പ്ലസ് 3 ഈക്വൽ ടു എന്ത് വന്നു? 0. ഓക്കെ, സോ പി ഈക്വൽ ടു പോസിറ്റീവ് 5 ഓർ പി ഈക്വൽ ടു നെഗറ്റീവ് 3. കറക്റ്റ് ആണല്ലോ. സോ വി ഗോട്ട് 2 വാല്യൂസ് ഫോർ പി. അപ്പോൾ ഇനി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻസ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ നമുക്ക് പിക്ക് 2 വാല്യൂ കിട്ടി. അപ്പോൾ ഈ പിയുടെ പ്ലേസിൽ 5ഉം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പിന്നെ കിട്ടിയത് നെഗറ്റീവ് 3 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5 കൊടുക്കാം. വെൻ പി ഈക്വൽ ടു 5 എന്താവും നോക്കൂ. ഇതാണ് P5 for P is equal to 5. എവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ഇവിടെ കണ്ടോ. ദാറ്റ് ഇസ് 5 പ്ലസ് 4. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എല്ലാം എഴുതുകയാണ്. ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 5 പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് ഇസ് 9x സ്ക്വയർ. ഇത് ആഡ് ചെയ്യുമ്പോൾ 6 ആവും. മൈനസ് 6x പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയും ഫാക്ടറൈസ് ചെയ്യുക. 1 ഇൻറ്റു 9 ആണല്ലോ. പോസിറ്റീവ് 9ഉം സം മൈനസ് 6ഉം വരുന്ന 9ൻ്റെ ഫാക്ടേഴ്സ് നെഗറ്റീവ് 3ഉം നെഗറ്റീവ് 3 അല്ലേ. പ്രോഡക്റ്റ് പ്ലസും. ഓക്കെ, സോ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം. മൈനസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0. അഗെയിൻ ഗ്രൂപ്പിംഗ്. ഈ നെഗറ്റീവ് കോമൺ എടുക്കുമ്പോൾ മൈനസ് 1 ആകും. ഓക്കെ, so again 3x is common into 3x minus 1.
മൈനസ് ഇവിടെ 1 ആണ് കോമൺ, റൈറ്റ്, ഈക്വൽ ടു 0. So 3x minus 1 again common into 3x minus 1. ഈക്വൽ ഫാക്ടേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 3x മൈനസ് 1 ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് എന്ത് വരും? എക്സ് ഈക്വൽ ടു 1/3. ഇവിടെയും എക്സ് ഈക്വൽ ടു 1/3, രണ്ട് റൂട്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ വെൻ പി ഈക്വൽ ടു 5 വി ഗെറ്റ് ദ റൂട്ട്സ് 1/3 ആൻഡ് 1/3. അപ്പോൾ ഈ കേസിൽ ബട്ട് പിക്ക് നമുക്ക് വേറൊരു വാല്യൂ കൂടെ കിട്ടിയിട്ടുണ്ട്, -3. അപ്പോൾ പിക്ക് -3 കൊടുക്കുമ്പോഴുള്ള റൂട്ട്സും കൂടി നമ്മൾ ഫൈൻഡ് ചെയ്യണം കേട്ടോ. സോ പി ഈക്വൽ ടു -3 വരുമ്പോൾ ഈ പിയുടെ പ്ലേസിൽ -3 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദാറ്റ് ഇസ് -3 + 4 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് -3 + 1 ഇൻറ്റു എക്സ് + 1 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാകും? 1 ആയി. 1x സ്ക്വയർ, എക്സ് സ്ക്വയർ. ഇത് ആഡ് ചെയ്യുമ്പോൾ -2. അഗെയിൻ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആയില്ലേ, അപ്പോൾ +2x + 1 ഈക്വൽ ടു 0. സി പ്രോഡക്റ്റ് 1ഉം സം 2ഉം വരുന്ന 1ൻ്റെ ഫാക്ടർ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ്? 1ഉം 1ഉം തന്നെയല്ലേ. 1 × 1 is 1, ആഡ് ചെയ്യുമ്പോൾ 2. സോ വി ക്യാൻ റൈറ്റ് x + 1 ഇൻറ്റു x + 1 ഈക്വൽ ടു 0. So x equal to -1. Here also x equal to -1. So roots of this equations are -1 and -1. ലാസ്റ്റിൽ നിങ്ങൾ കൺക്ലൂഷൻ ഒന്നും കൂടി എഴുതണം. റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻസ് രണ്ട് കേസിലും ഉണ്ടല്ലോ. നേരത്തെ നമുക്ക് കിട്ടി 1/3, അതേപോലെ -1 -1. ഈ രണ്ടും കൺക്ലൂഷനായിട്ട് എഴുതണം. അപ്പം മനസ്സിലായല്ലോ. നോക്കി, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.